കാര്യമുണ്ട്. പഴയ സംഭവം പഴയതാണ്, ഇതിപ്പോ പുതിയതാണ്. ഉറപ്പായിട്ടും ദേഷ്യമൊന്നും വിടൊന്നുമില്ല. കാരണം ഉണ്ടെങ്കിലും ദേഷ്യപ്പെടുള്ളൂ. എന്തും കാരണം ഉണ്ടെങ്കിലും ചെയ്യുള്ളൂ, അല്ലെങ്കിൽ കാരണമില്ലാന്ന് ഒരു കാര്യം ചെയ്യില്ല. കാരണം ഉണ്ടെങ്കിൽ ഇതാണ് നമുക്ക് വേണ്ടത്, ഇതാണ് ഉദ്ദേശിച്ചത്. പറയൂ. അങ്ങനെ പറയാൻ പറ്റില്ലടോ. എന്നാലും ഒരു ഏകദേശം സാറാണ് പ്രിൻസിപ്പൾ. സാറാണ്. ഞാൻ മറ്റേ സ്കൂളിലൊക്കെ പുറത്തേക്കുന്ന ആള്. പുറത്തുനിന്ന് പഠിക്കണം. നേച്ചറിനെ കുറിച്ച് പഠിക്കണമെങ്കിൽ പുറത്ത് കണ്ടേ ക്ലാസ്സിനകത്ത് നമുക്ക് പഠിക്കേണ്ട കാര്യം പഠിക്കാം, പക്ഷെ ജീവിതം പഠിക്കണമെങ്കിൽ പുറത്ത് തന്നെ നിൽക്കണം. തീർച്ചയായിട്ടും ഞാനും എക്സാം പാസ്സാവാനേ ക്ലാസ്സിൽ കയറിയിട്ട് കാര്യമുള്ളൂ. അല്ല, ജീവിതത്തിൽ പാസ്സാണെങ്കിൽ ക്ലാസ്സിൽ കയറിയിട്ട് കാര്യമില്ല. ഞാനും ഒരു ഔട്ട്സ്റ്റാൻഡിംഗ് സ്റ്റുഡന്റ് ആയിരുന്നു. പക്ഷെ ഞാൻ ഇവിടെ വരെ എത്തിയില്ലേ? പിന്നെ തീർച്ചയായും പുറത്ത് നിന്നിട്ടോ. തീർച്ചയായും പുറത്ത് നിന്നാലും അങ്ങനെയൊന്നും എത്തേണ്ടടുത്തൊക്കെ നമ്മൾ എത്തും. സ്റ്റീവ് ജോബ്സ് ഒക്കെ അവര് ഡ്രോപ്പ് ഔട്ട്സ് ആണ് അവര്. അല്ല, ഞാൻ ഡ്രോപ്പ് ഔട്ട് ആയിട്ടില്ല, എങ്കിൽ ഞാൻ വീട്ടിൽ നിന്ന് ഡ്രോപ്പ് ഔട്ട് ആവും. അതുകൊണ്ട് ഡ്രോപ്പ് ഔട്ട് ഒന്നും ആയിട്ടില്ല. അപ്പൊ എന്തായാലും ഞാൻ വേറൊരു സെഗ്മെന്റ് ഒന്നും പറയാനില്ല. എന്നാലും പെട്ടെന്ന് എനിക്ക് തോന്നിയ ഒരു കാര്യം ചോദിക്കാം. ഇപ്പൊ ബർമുഡ ട്രയാങ്കിൾ എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ. അപ്പൊ അതുപോലെ ഒരു പെട്ടെന്നൊരു സിറ്റുവേഷൻ ഞാൻ ചോദിക്കാം. അതിൽ രണ്ടുപേരും പറയണം. ഇപ്പം ഫോണിൽ ചാർജ് ഇപ്പം തീരും, ഓക്കെ, വേറൊരു ഓൾട്ടർനേറ്റീവ് ഒന്നുമില്ല. എന്താ പറയാ, വണ്ടി ബ്രേക്ക് ഡൗൺ ആയി, ഒറ്റയ്ക്കേ ഉള്ളൂ, ഡ്രൈവ് ചെയ്ത് പോവാണ്. പെട്ടെന്ന് ഒരു ഹെൽപ്പിന് വേണ്ടിയിട്ട് ആരെ വിളിക്കും? ഞാൻ ആരെയും വിളിക്കില്ല. ആരെയും വിളിക്കൂല. ഞാൻ വഴി കിടന്നുറങ്ങും. കാരണം ഫോണിന് ചാർജ് ഇല്ലല്ലോ, മൊത്തം പോയില്ലേ? ഉണ്ടോ? അതെ, ക്ഷേനികമായതുകൊണ്ട് ആരെങ്കിലും വന്നിട്ട് വിളിച്ചോണ്ട് പോകും. ഒരു നിർബന്ധമില്ല. കാടിനടുത്താണ് ഞാൻ കാട്ടി കയറി. ഞാൻ ആയുധം വെച്ച് കീഴടങ്ങി. ഞാൻ ഇതൊന്നല്ല ഉദ്ദേശിച്ചത്. ഇവിടെ പറയൂ. അല്ല, ഫോണിന് ചാർജ് ഇല്ല. അതാ വേണ്ട, ഫോൺ ലിഫ്റ്റിൽ കുടുങ്ങിപ്പോയി, എന്ത് ചെയ്യും? ഇച്ചിരി പാടാ, എനിക്ക് ശ്വാസം മുട്ടും. അതല്ല, ഫോണിൽ ചാർജ് ഇല്ല, അവിടെ കിടന്നു ഒന്നിച്ചാവും. അല്ല, ബേസിക്കലി നമ്മൾ ഒരു പെർസെന്റേജ് ഉള്ളൂ, ഒരു അവസരം ഉണ്ട്, ആരെങ്കിലും വിളിക്കാം. ഉണ്ടോ? ഒരു പെർസെന്റേജ് ഉണ്ട്, ആരെങ്കിലും വിളിക്കാം, പെട്ടെന്ന് വിളിക്കണം. ഞാൻ ഒരു പെർസെന്റേജ് ഒരു പാട്ടൊക്കെ കേട്ട് ചില്ല അതും തീർത്തിട്ട് ഞാൻ കിടന്നുറങ്ങും. വെരി ഗുഡ്, നൈസ്. ആരെ വിളിക്കാനാണ്? വല്ലയിടത്തൊക്കെ പെട്ടുപോയി ബുദ്ധിമുട്ട്. ഒന്നാലോചിക്ക്, ചിലപ്പോ റേഞ്ച് കിട്ടിയില്ലെങ്കിലോ. ലിഫ്റ്റിലല്ലേ, ലിഫ്റ്റിൽ നമ്മൾ എപ്പോ കയറിയാലും റേഞ്ച് പോകില്ലേ? 100 ഡയൽ ചെയ്യുന്ന പറ. 100 ഡയൽ ചെയ്യുന്ന പറ. ആ ശരി, 100 ഡയൽ ചെയ്യും. അവരെടുത്തില്ലെങ്കിലോ ഇതിന്റെ ഉത്തരവാദിത്തം ഞാൻ പൂർണ്ണമായി പ്രൊഡ്യൂസറിന് കൊടുത്തിരിക്കുകയാണ്. അല്ല, പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു എന്താ പറയാ, ഒരു ബുദ്ധിമുട്ട് വന്നു. അപ്പൊ നമ്മളെല്ലാവരും നമുക്ക് ലൈഫിൽ എന്തൊഴിവാക്കിയാലും ലീഗൽ മാറ്റേഴ്സോ അല്ലെങ്കിൽ നമുക്ക് ഹോസ്പിറ്റൽ മാറ്റേഴ്സോ നമുക്ക് മാറ്റി വെക്കാൻ പറ്റാത്ത രണ്ട് കാര്യങ്ങളാണ് ഈ രണ്ടെണ്ണം എന്ന് പറഞ്ഞാൽ. അപ്പൊ പെട്ടെന്ന് ഒരു ലീഗലി ഒരു അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ എങ്ങോട്ടാണ് വണ്ടി പോകുന്നതെന്ന് മനസ്സിലായതുപോലെ വിളിക്കും. ഏത് അഡ്വക്കേറ്റിനെ വിളിക്കും? എനിക്ക് അതാണ് അറിയേണ്ടത്. അതിപ്പോ ഞങ്ങളുടെ ഫാമിലിക്ക് ഞാൻ നമ്പർ തന്നിട്ട് എന്നെ വിളിക്കുന്നു. വിളിക്കും.